പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നമുക്കൊന്ന് ചങ്ങനാശ്ശേരിയിലോട്ട് പോകണം. അവിടെ മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് കോട്ടയം പെരുന്നയിൽ തുടക്കമായിരിക്കുന്നു. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, PS ശ്രീധരൻപിള്ള, PC ജോർജ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പെരുന്നയിൽ എത്തിയിട്ടുണ്ട്. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. പുഷ്പാർച്ചന നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ പ്രമുഖർ പതിവ് പോലെ പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇടതുപക്ഷത്ത് നിന്ന് ഇപ്പോൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മാത്രമേ ഉള്ളൂ. ഡോക്ടർ അരുൺകുമാർ, നിലവിൽ ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് എത്തിയിരിക്കുന്നത്. BJPയുടെ ഭാഗത്തുനിന്നും PC ജോർജും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയുള്ള അടക്കമുള്ള നേതാക്കൾ എത്തി മടങ്ങി എന്നുള്ളതാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ അല്പസദ ഇപ്പോൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധ നേതാക്കൾ എല്ലാവരും തന്നെ ഇതിനോടകം രാവിലെ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇത്തവണ കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയായിരുന്നു ഉദ്ഘാടനം നടത്തിയെങ്കിൽ ഇത്തവണ അത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. ശ്രീക് തോമസിനെയൊക്കെയാണ് ഇത്തവണ ഉദ്ഘാടകനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ കൃത്യമായി, അതായത് രാഷ്ട്രീയ നേതാക്കളെ ആരും ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ വിശിഷ്ടാതികളെ ക്ഷണിച്ച ആ നോട്ടീസിൽ പോലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ ആരും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ന് ഉദ്ഘാടനം നടത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറിയക് തോമസ് ആണ്. അദ്ദേഹമായിരിക്കും ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗമാണ്. അദ്ദേഹമാണ് ഇന്ന് എന്തായാലും ഇപ്പോൾ ഈ ഉദ്ഘാടനം നടത്തുക. മറ്റ് രാഷ്ട്രീയ നേതാക്കളുമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തുന്ന പ്രസംഗം, അതിലെന്തായിരിക്കും ഇന്ന് പറയാൻ പോവുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നലെ നമ്മൾ നൽകിയ പോലെ തന്നെ ഇന്നലെ പ്രധാനപ്പെട്ട വളരെ സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട്, സ്വർണ്ണക്കൊള്ളയിലടക്കം രാഷ്ട്രീയ ലാഭത്തോടു കൂടി നടത്തുന്ന പ്രചാരണങ്ങളിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നൊരു NSSന്റെ നിലപാട് അതാണ് എന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയിൽ നിലവിൽ ഇപ്പോൾ, അതായത് ഈ അന്വേഷണം നടക്കുന്നുണ്ട്, കൃത്യമായി കോടതിയുടെയും ഒക്കെ തന്നെ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. അത്തരം അന്വേഷണം നടക്കുമ്പോൾ ഈ ഘട്ടത്തിൽ അതിലൊരു അഭിപ്രായം പറയേണ്ടതില്ല. അതിൽ എന്തെങ്കിലും പാളിച്ചകൾ, അന്വേഷണത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിക്കുമ്പോഴാണ് ആളുകൾ, NSS എന്നല്ല ആരായാലും ഇടപെടേണ്ടത് എന്നൊരു നിലപാടാണ് ജി സുകുമാരൻ നായർ ഇന്നലെ പറഞ്ഞത്. അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, അതൊന്നും ശരിയല്ല എന്നൊരു നിലപാടും NSSന് ഉണ്ട് എന്ന് ഇന്നലെ അദ്ദേഹം പ്രസംഗിച്ചത്. ഒപ്പം തന്നെ അതൊരു വിശദീകരണ പ്രസംഗത്തിലായിരുന്നു ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. നായർ പ്രതിനിധി സമ്മേളനത്തിൽ വിശദീകരണ പ്രസംഗത്തിലായിരുന്നു ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതിനുശേഷം പിന്നീട് അത് റിട്ടേൺ ആയിട്ട്, അതായത് ഇത്തരത്തിൽ പ്രിന്റ് ചെയ്ത അംഗങ്ങൾക്ക്, പ്രതിനിധി അംഗങ്ങൾക്ക് നൽകുക കൂടി ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ, പ്രസംഗങ്ങൾ, രാഷ്ട്രീയമായ കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം നടത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നമ്മൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത്. എന്തായിരിക്കും, എന്ത് നിലപാടായിരിക്കും ജി സുകുമാരൻ നായർ ഈ വിഷയത്തിൽ സ്വീകരിക്കുക, എന്തായിരിക്കും എന്തായാലും അദ്ദേഹം പറയുക എന്ന് ഏറെ നിർണായകമാണ്. അദ്ദേഹം ഈ രീതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആയാലും കൃത്യമായ നിലപാട് ഇന്നലെ തന്നെ പ്രതിനിധി സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ഒരു പൊതുസമ്മേളനം പോലെയാണ്. ഇന്ന് എഴുതപ്പെട്ട കരയോഗങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്നലെ പ്രതിനിധികളായിരുന്നുവെങ്കിൽ ഇന്ന് പ്രതിനിധികളല്ല, ഇന്ന് എല്ലാവരും പങ്കെടുക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് നടത്തുന്ന പ്രസംഗത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പോലും ഇന്ന് നടത്തുമ്പോൾ അതിന് കുറച്ചുകൂടി പ്രാധാന്യം കൂടുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടിയാണ് ഈ യോഗം ആരംഭിക്കുന്നത്. 10 മണിയോടുകൂടിയാണ് ഇതിന്റെ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുന്ന, യോഗങ്ങളിലേക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്കും കടക്കുന്നത്. എന്തായാലും ആ സമയത്ത് എന്തായിരിക്കും ജി സുകുമാരൻ നായർ പറയാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ തെരഞ്ഞെടുപ്പൊക്കെ എത്താൻ നിൽക്കുന്ന സമയത്തും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി LDF ഉണ്ടായിട്ടും സർക്കാർ അനുകൂലമായ ഒരു നിലപാട് ഇന്നലെ സ്വീകരിച്ചിരിക്കുന്നു. അത് ഇന്നും ആവർത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം. അരുൺകുമാർ, പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സുകുമാരൻ നായരുടെ പ്രസംഗം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ്. രാഷ്ട്രീയമായ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ സമയത്ത് രമേശ് ചെന്നിത്തലയാണ് പെരുന്നയിലേക്ക് എത്തുന്നത്. അത് പ്രേക്ഷകർക്കറിയാം. രാഷ്ട്രീയ നീക്കം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഇക്കുറി പ്രധാന പ്രസംഗത്തിന് പ്രഭാഷകരായിട്ട് രാഷ്ട്രീയ നേതാക്കളെ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. NSS ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. മന്നത്തിൻ്റെ ജന്മദിന ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ പെരുന്നയിൽ നടക്കുന്നത്.